മണ്ണാണ് മക്ക. എല്ലാ സൗകര്യങ്ങളോട് പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുക്കറമയില് കളിച്ച് രസിച്ചു വളർന്ന മണ്ണിൽ നിന്നും മക്കയിൽ നിന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്നും മദീന പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെ അതാ പ്രിയപ്പെട്ടവരെ, 10 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുക്കറമയിലേക്ക് ഉംറക്ക് വരുന്നതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വപ്നം കാണുകയാണ്. ഈ വിവരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. സ്വഹാബ, പരിശുദ്ധ മക്കയിലേക്ക് നാം ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നത് ഞാൻ സ്വപ്നം കണ്ടു. സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബാക്കൾ വല്ലാത്ത സന്തോഷത്തിലായി, വല്ലാത്ത ആഹ്ലാദത്തിലായി. കാരണം ജനിച്ചു വളർന്ന മണ്ണാണ് മക്ക, കളിച്ചു വളർന്ന മണ്ണാണ് മക്ക. ആ മക്കയിലേക്ക് പോകുക എന്ന് കേട്ടപ്പോൾ സ്വഹാബാക്കൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകരെ, നമുക്ക് പോകാൻ നബിയേ, നമുക്ക് പോകാൻ നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകരും 1500ഓളം വരുന്ന വെള്ളമില്ലാതെ വിഷമിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നബിയേ, ഞങ്ങൾ കുടിക്കാനും വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെറുവിരിൽ നിന്നും ധാരാളം വെള്ളം ഇങ്ങനെ ഒഴുകി അവസാനം ഒരു കിണറായി രൂപപ്പെട്ട്. ഇൻഷാ അല്ലാഹ് കിണർ നമുക്ക് കാണാതെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആ കിണറ്റിൽ നിന്നും 1500ഓളം സ്വഹാബാക്കൾ വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് മുത്തുബത്തിന്റെ നേതൃത്വത്തിൽ ലംറത്ത് എന്നറിയപ്പെടുന്ന ആസിർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ മധ്യസ്ഥക്ക് വേണ്ടി ഹുദൈബിലേക്ക് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ഹുദൈബിയിലേക്ക് ആസിർ വന്നു. അങ്ങനെ നബിയും ആസിർ സംസാരിച്ചു. ആസിർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് ഉംറക്ക് ഓഫർ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നബിയെ ഇവരോട് ഇങ്ങനെ താഴുന്നത്? ഇവരോട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ നിങ്ങൾ അടങ്ങ്, സ്വഹാബ നിങ്ങൾ അടങ്ങ്, സ്വഹാബ നിങ്ങൾ അടങ്ങ് എന്ന് പറഞ്ഞ് സ്വഹാബാക്കളെ തർപ്പിക്കുകയാണ്. മക്കയിൽ നിന്ന് ആര് മദീനയിലേക്ക് വരികയാണെങ്കിലും അവരെ നിങ്ങൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണം. അവരൊരു കാരണവശാലും മുസ്ലിമാകാൻ നിങ്ങൾ സമ്മതിക്കരുത്. എന്നാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആരെങ്കിലും ഞങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ അവർ ഞങ്ങളുടെ ഭാഗത്തേക്ക് കൂടും, അവർ ഞങ്ങളുടെ ആളുകളായി. മറ്റൊരു കരാറാണ്, 10 വർഷത്തിന് യുദ്ധം പറ്റുകയില്ല. മറ്റൊരു കരാറാണ് പ്രിയപ്പെട്ടവരെ, ഈ വർഷം നിങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വരാൻ, ഉംറ പരിശുദ്ധ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പ്രവേശിക്കാൻ പറ്റില്ല, അടുത്ത വർഷം നിങ്ങൾക്ക് വരാമെന്നൊരു മറ്റൊരു കരാറാണ് പ്രിയപ്പെട്ടവരെ. അവിടെ നിന്നതാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരാറ് വായിച്ച് ഇങ്ങനെ ഒപ്പിടാൻ നേരത്തതാ ആസിർ പറയുകയാണ്, ഈ കരാർ ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന റസൂലുള്ളാഹി നിങ്ങൾ വെട്ടണം, മുഹമ്മദ് എന്ന പേര് മാത്രമാണ് സമ്മതിക്കുക എന്ന് പറഞ്ഞ് ആ മുഹമ്മദ് എന്ന് മാത്രം എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കഴിയുകയില്ല, റസൂൽ എന്ന് എനിക്ക് എഴുതാതിരിക്കാൻ കഴിയുകയില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടിയിരിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നബിയെ ഇവരോട് ഇങ്ങനെ താഴുന്നത്? നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യാ ഉമർ റളിയല്ലാഹു അൻഹു, നീ അടങ്ങ്, നീ അടങ്ങ് എന്ന് പറഞ്ഞ് മഹാനായ ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് മുഹമ്മദ് എന്ന് മാത്രം പേരെഴുതി ഒപ്പിടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഹുദൈബിയിൽ നിന്നും മടങ്ങാതിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബ, നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. സ്വഹാബ, മക്കയിൽ നിന്നും മദീനയിലേക്ക് മടങ്ങുകയാണ്. സ്വഹാബാക്കൾ അംഗീകരിക്കുന്നില്ല. സ്വഹാബാക്കൾ നബി പറഞ്ഞു, നിങ്ങൾ തലമുടനം ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് മ്യൂസിയം തുറന്നിട്ടുണ്ട്. മ്യൂസിയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇൻഷാ അല്ലാഹ് നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നത് ഹുദൈബിയയിൽ വെച്ചുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ 7 മണിക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ത്വായിഫാണ്. ഇറങ്ങിക്കോളെ. കൊടുക്കൊന്നുമില്ല. ചെറിയ കുട്ടികളല്ലേ അതെ 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 എല്ലാ കാര്യം ഒരപ്പടം കൊണ്ട് ഒട്ടകയിലാണ് ഇടതാകത്തെ ചെറിയ സ്ഥലത്ത് ആ കൊടി കഴുകി സൂക്ഷിച്ചു. കിട്ടണ്ടില്ല. കേട്ടോ എല്ലാവർക്കും ചെയ്യാം.
നിങ്ങൾ ചെയ്യേണ്ട ആ സമയം കഴിച്ചിട്ടാണ് അല്ലാതെ ബസ് കയറി